പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണ വിവാദത്തിൽ സിപിഎം അംഗത്തിനെതിരെ ആരോപണവുമായി കേരള കോൺഗ്രസ് കൌൺസിലർ. സിപിഎം അംഗം ബിനു പുളിക്കണ്ടം മോഷണം നടത്തിയെന്ന് ഉടമയായ ജോസ് ചീരൻകുഴി ഇന്ന് നടന്ന കൌൺസിൽ യോഗത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് രാവിലെ ബിനു ചെയർപേഴ്സൺ ലീന സണ്ണിക്ക് പരാതി നൽകിയിരുന്നു. കൗൺസിൽ ബിനു പുളിക്കണ്ടം ജോസൂട്ടിന്റെ പരാതിയുടെ ഒരു ഭാഗമായിട്ട് ഒരു ലെറ്റർ കൊടുത്തു, പോലീസിൽ കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ എല്ലാവരും പറയുകയുണ്ടായി, സത്യം തെളിയട്ടെ, ജോസൂട്ടൻ തന്നെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ജോസൂട്ടൻ പറഞ്ഞു എല്ലാവരും നമ്മൾ ഭൂരിഭാഗം കൗൺസിലേഴ്സും ആവശ്യപ്പെടുകയാണെങ്കിൽ ജോസൂട്ടൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ഭൂരിഭാഗം കൗൺസിലേഴ്സും ആവശ്യപ്പെട്ടു എൻ്റെ ആരാന്നുള്ളത് ജോസൂട്ടൻ പറയണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ജോസൂട്ടൻ ബിനു പുളിക്കണ്ടൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ജോസൂട്ടിൻ്റെ ഫോണിൽ നിന്ന് അന്ന് മുതലുള്ള ലൊക്കേഷൻ മുഴുവൻ ജോസൂട്ടിൻ്റെ ഫോണിലുണ്ട്, വീടിനകത്ത് ഇരിക്കുന്നതും ബാക്കി പോയ വഴികളും എല്ലാം. അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ. പക്ഷേ ജോസൂട്ടൻ ഇത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി നേരത്തെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയുണ്ടായി, ആരും പറയാം എൻ്റെ തന്നാൽ മതിയെന്ന്. പക്ഷേ ജോസൂട്ടൻ ഇപ്പം പറയുന്നത് വേറെ ആരും ഇതിനെതിരായിട്ട് കൊണ്ടുവന്നില്ല, ഇപ്പം ബിനു മാത്രമേ വേറെ ലൊക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നല്ലാതെ വേറെ ലൊക്കേഷൻ ഒരു കാരണവശാലും ആർക്കും കിട്ടുകയില്ല. അതെ ഇന്നത്തെ കൗൺസിലിൽ ബിനു പുളിക്കണ്ടം ചെയർപേഴ്സൺ ഒരു കത്ത് കൊടുത്തായിരുന്നു. മുഴുവൻ നുണ പറഞ്ഞുകൊണ്ട് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൗൺസിലർമാരെല്ലാം ഒന്നടങ്കം എന്നോട് ഇത് ആരാണെന്നുള്ളത് വെളിപ്പെടുത്തണമെന്ന് നിർബന്ധം പറഞ്ഞ കാരണമാണ് ഞാൻ ഇന്ന് വെളിപ്പെടുത്തിയത്. അവർക്ക് കുറച്ച് ദിവസവും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് തിരിച്ചു തരാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ അവസരമാണ് അവർ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്. പുള്ളിയുടെ വീട് കാണിക്കുന്ന വീടിൻ്റെ അകത്തിരിക്കുന്ന ലൊക്കേഷൻ തന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ലൊക്കേഷൻ. ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബിനു പുളിക്കണ്ടം. ആരോപണങ്ങൾക്ക് പിന്നിൽ ജോസ് കെ മാണിയെന്നും ബിനു പ്രതികരിച്ചു. ഞാൻ ഇന്ന് കൗൺസിൽ കൂടിയപ്പോൾ ഒരു കത്ത് ചെയർപേഴ്സന് നൽകിയിരുന്നു. അത് വായിക്കാൻ പറഞ്ഞു, അത് വായിച്ചു. എന്നാൽ അതിലെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൗൺസിൽ യോഗങ്ങളിലുപരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് തെളിവുകൾ എടുക്കണമെന്നായിരുന്നു. എന്നാൽ അത് തയ്യാറാകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് വേണ്ടി ജോസ് ചീരൻകുഴിയെ കൊണ്ട് തികച്ചും അവകാശമായ ജനം വിശ്വസിക്കാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് കൗൺസിലിൻ്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ ഗൂഢനീക്കമാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലൂടെ ഇന്ന് തുടക്കമായിരുന്നു. ഇതിനെതിരെ 100% നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. അദ്ദേഹം ഇന്ന് പറഞ്ഞതിൻ്റെ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ അത് കിട്ടിയതിന് ശേഷം മാനനഷ്ട കേസ് ഉൾപ്പെടെ നിരവധിയായ നിയമ പോരാട്ടത്തിലേക്ക് കടക്കാനാണ് ഗതിയത്. ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, കാര്യം പാലാ നഗരസഭയിൽ നിൽക്കുന്നില്ല, പുറത്തേക്കൊക്കെ കേസ് അന്വേഷണം ആവശ്യപ്പെടും എന്നൊക്കെയാണ് ബിനു പുളിക്കണ്ടം പറയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ധന്യ, തീർച്ചയായും കാര്യം നിസ്സാരം എന്ന് തോന്നാം, പക്ഷേ പ്രശ്നം അല്പം ഗുരുതരമായി മാറിയിരിക്കുകയാണ് പാലാ നഗരസഭയിൽ. കേവലം ഒരു എയർപോർട്ട് വിവാദം എന്ന് മാത്രം ഇതിനെ നമുക്ക് ഇപ്പോൾ ചുരുക്കാൻ കഴിയില്ല. ഇതിനെല്ലാം കൃത്യമായ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ബിനു പുളിക്കണ്ടം ബൈജു കൊല്ലംപറമ്പലിനെ തല്ലിയത് മുതൽ തുടങ്ങിയ വിവാദങ്ങൾ കേരളം കണ്ടതാണ്. അന്ന് പിന്നീട് ബിനു പുളിക്കണ്ടത്തെ ചെയർമാൻ ആക്കില്ല എന്ന് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ നിലപാടെടുക്കുന്നു. CPM ജോസ് കെ മാണിയുടെ നിലപാടിനൊപ്പം നിൽക്കുന്നു. അതിനുശേഷം കറുത്ത ഷർട്ട് അണിഞ്ഞു മാത്രം നഗരസഭയിലെത്തുന്ന ബിനു പുളിക്കണ്ടം ഇതെല്ലാം കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കേരള കോൺഗ്രസ് അംഗമായ ജോസ് ചീരൻകുഴിയുടെ എയർപോർട്ട് നഷ്ടപ്പെട്ടത്. അതിൽ കഴിഞ്ഞ കുറേ ദിവസമായി ഇത് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുറെ പേരെ, ഭരണപക്ഷത്തുള്ളവരെ തന്നെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു ജോസ് ചീരൻകുഴി ചെയ്തത്. പോലീസ് അന്വേഷണത്തിന് പോലും പരാതി നൽകാൻ പോലും തയ്യാറായിരുന്നില്ല. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബിനു പുളിക്കണ്ടം തന്നെ ആക്ടിംഗ് ചെയർപേഴ്സണായ ലീന സണ്ണിക്ക് പരാതി നൽകിയതോടുകൂടിയാണ് പുതിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. ജോസ് ചീരൻകുഴി ഇപ്പോൾ തന്നെ അതിൽ ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇത് പ്രഖ്യാപിക്കുകയായിരുന്നു. അതായത് ബിനു പുളിക്കണ്ടമാണ് എടുത്തത്, ലൊക്കേഷൻ മാപ്പടക്കം അതിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്തായാലും ബിനു ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അപകീർത്തിപ്പെടുത്തിയതിന് നിയമപരമായ നടപടി സ്വീകരിക്കും എന്നും അദ്ദേഹം പറയുകയാണ്. എന്തായാലും
ബിനു പുളിക്കകണ്ടത്തെ ഫലത്തിൽ CPM അത്രത്തോളം പിന്തുണയ്ക്കുന്നില്ല എന്നത് കഴിഞ്ഞ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതുമാണ്. എന്തായാലും കേരള കോൺഗ്രസും ഒപ്പം തന്നെ ബിനു പുളിക്കകണ്ടവും തമ്മിലുള്ള ഫലത്തിൽ പോര് കൂടുതൽ മുറുകുന്നു. അതിന് പുതിയ പുതിയ കാരണങ്ങൾ പടി കൂടി കടന്ന് ഗൂഢാലോചന ജോസ് കെ മാണിയുടെ പങ്കുകൂടി പറയുന്നുണ്ട്. നന്ദി ശ്രീജിത്ത് വിവരങ്ങൾക്ക്.